PC ജോർജിന്റെ ജനപക്ഷം പാർട്ടി BJPയിൽ ലയിച്ചിരിക്കുകയാണ്. അത് BJPക്ക് ഗുണം ചെയ്യും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? യാതൊരു ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, BJPക്ക് ദോഷം ചെയ്യുള്ളൂ. കാരണം ഞാൻ പറയരുതെന്ന് ആഗ്രഹിച്ചതാണ്. നിങ്ങൾ പിന്നെ എടുത്തു ചോദിച്ചപ്പോൾ ഉത്തരം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഏതെങ്കിലും പക്ഷത്ത് ഈ PC ജോർജ് നന്നായിട്ട് നിങ്ങൾക്ക് പറയാമോ? ഇദ്ദേഹത്തെ വളർത്തിയതും ഉയർത്തിയതും ആരാണ്? മാണി സാറല്ലേ. ആ മാണി സാറിന്റെ കടക്ക് കത്തിവെച്ചത് ആരാണ്? ഈ മനുഷ്യല്ലേ. എന്തെല്ലാം അനാവശ്യങ്ങൾ ആ മഹാനായ മാണി സാറിനെ പറ്റി, എന്തെല്ലാം അനാവശ്യം. ഞാൻ ഇരിക്കുന്ന സ്റ്റേജ് വരെ പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് പോലും മാണി സാർ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. മറിച്ച് അത് അദ്ദേഹത്തിന്റെ മഹത്വം. ഞാൻ ചോദിച്ചു, മാണി സാറേ, അദ്ദേഹം ഞങ്ങൾ വിളിച്ചിരുത്തിയ യോഗത്തുണ്ട് രണ്ടുപേരെയും. അതിൽ വെച്ച് പറഞ്ഞപ്പോൾ പോലും ഞാൻ മാണി സാറിനോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ പറയുന്നോണ്ട് പറഞ്ഞത്, അത് ജോർജല്ലേ, അതൊക്കെ അയാൾ പറയും, അതയാളുടെ സ്വഭാവമാണ്, സാറിലുള്ള പരീക്ഷ എന്നോട് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല, അത് വിട്ടത് അവൻ്റെ സ്വഭാവമാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ അങ്ങനെ വലിയ മനസ്സാണ് മാണി സാറ് കാണിച്ചത്. പക്ഷെ ഇദ്ദേഹം ഏതെല്ലാം പക്ഷത്ത് ചെന്നു, ഏതിൻ്റെയും പക്ഷം ചേരുമോ? പ്രശ്നം എവിടെയുണ്ടോ? ഫ്രാങ്കലിൻ്റെ ആണെന്ന് തിരക്കില്ല, അവിടെയെല്ലാം ചെന്ന് പക്ഷം പറയും, മധ്യസ്ഥം പറയും. അങ്ങനെ മധ്യസ്ഥം നടത്തി അതിൻ്റെ മധ്യസ്ഥ നേതാവായി പറഞ്ഞിട്ട് അതിന് ചില ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു മധ്യസ്ഥ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ശേഷം പിന്നെ അദ്ദേഹത്തെ പറ്റി, ആ തീരുമാനത്തെ പറ്റി പിന്നെ നമ്മൾ കേൾക്കാറില്ല. പിന്നെ ഒരു നിലപാടുണ്ടാണ് മിസ്റ്ററെ. ഇവിടെ പറയാത്ത ആരാണ്? ഉമ്മൻചാണ്ടി എന്തെല്ലാം ചീത്ത പറഞ്ഞു, പിണറായി വിജയനെ പറഞ്ഞിട്ടില്ല. നിലപാടില്ലാത്ത നേതാവ് എന്നതാണ് താങ്കൾക്ക് PC ജോർജിനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം. KB ഗണേഷ് കുമാർ മറുഭാഗത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. ഗതാഗത വകുപ്പാണ് KB ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ വകുപ്പിനുള്ളിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. KB ഗണേഷ് കുമാർ വരുന്നതോടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ഊഴത്തിലെ രണ്ടാം ഭാഗം കൂടുതൽ നില മെച്ചപ്പെടുത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പ്രതിച്ഛായ മെച്ചപ്പെടുമോ പിണറായി സർക്കാരിന്? ഗണേശൻ വന്നതോടുകൂടി തന്നെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോയില്ലേ? വരുന്നതിന് മുമ്പ് തൊട്ട് തന്നെ അദ്ദേഹം തുടങ്ങിയില്ലേ? എന്താണ് ആദ്യം ചോദിച്ചത്? എനിക്ക് വനം വേണമെന്നാണ് പറഞ്ഞത്. ഈ അത് കഴിഞ്ഞ ശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എനിക്ക് സിനിമ കൂടെ വേണമെന്ന് പറഞ്ഞു. ഒരു മുഖ്യമന്ത്രിയാണ് എന്താണ് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത്. ഇത് ഇടതുപക്ഷ ഭരണമാണ് ഇവിടെ നടക്കുന്നത്, ഉമ്മൻചാണ്ടിയുടെ ഭരണമല്ല. അപ്പോൾ ആർക്ക് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. വകുപ്പുകൾ കൊടുക്കേണ്ടത് ആർക്കാണ്? ഇദ്ദേഹം അഡ്വാൻസ് ആയിട്ട് കയറി എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ എല്ലാം ഉണ്ടായിട്ടാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വലിയ മനസ്സുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ വാക്കുപാലിക്കാൻ കൊടുത്തു എന്നുള്ളത് അല്ല. അതെ, എന്ത് ഗുണമാണുള്ളത്? ആദ്യം കാർഡ് ചോദിച്ചത് എന്തിനാണ്? അപ്പോഴും അച്ഛനും മനം കൂടി നശിപ്പിച്ച ട്രാൻസ്പോർട്ട് ചോദിച്ചില്ല. അതിന് പിന്നെ സിനിമ വേണമെന്ന് പറഞ്ഞു. ഏതായാലും രണ്ടും കൊടുത്തില്ല. അപ്പൊ തന്നെ ഗവൺമെന്റിനറിയാം, മുഖ്യമന്ത്രിക്കറിയാം ഇവരെല്ലാം ആരാണെന്ന്. കയറി അന്നോട്ട് തന്നെ പ്രശ്നമായില്ലേ? കയറിയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം വെറുപ്പിച്ചല്ലേ? അവിടെ ഉണ്ടായിരുന്ന മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരെല്ലാം പബ്ലിക്കിന്റെ മുമ്പിൽ ചീത്ത പറഞ്ഞല്ലേ? ഇപ്പോഴും മാടമ്പി സ്വഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് ഉള്ളിലുള്ള ഉദ്യോഗസ്ഥന്മാർ പലരും ലീവ് എടുത്തില്ലേ? ഇങ്ങനെ പ്രതിച്ഛായ ഈ ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഒരു ഡബിൾ റക്കർ ഇവിടെ ഇറക്കിയപ്പോൾ അതിന്റെ തന്ത നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണെന്ന് അദ്ദേഹം പറഞ്ഞത്. തന്ത ആരുമാകട്ടെ നേരെ തന്നെ അദ്ദേഹം ഭരണകാലത്താണ് അത് നടപ്പാക്കി അത് ഓർഡർ കൊടുത്ത് ഇറക്കാൻ നേരത്ത് ഒരു ഐക്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടൊന്ന് വിളിച്ചുകൊണ്ട് വല്ല കുറവുണ്ടോ? അത് ഒന്നുകൂടി ആ ഭരണത്തിനൊരു സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഐക്യക്കുറവുണ്ടെന്നുള്ളതിന് ഒരു മാറ്റം വരുത്താനും ഈ ഭരണത്തിൽ ഒരു മുഖച്ഛായക്കൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു അയവാഷ് ജനങ്ങൾ ചെയ്യാനെങ്കിലും വിളിക്കേണ്ടതല്ലേ ഒരു ഐക്യമുന്നണി സമാധാനം ഇവിടെ നിൽക്കുമ്പോൾ? അത് ചെയ്യാതെ തന്റെ ദാർഢ്യം അനുസരിച്ച് അങ്ങോട്ട് വിളിച്ച് ഉദ്ഘാടനം നടത്തി. എന്തായി സ്ഥിതി? എവിടെയും താനെന്ന ഭാവം എന്നുള്ള സ്വയം തണ്ട് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു മന്ത്രി എന്നുള്ളതല്ലാതെ കാലഘട്ടത്തിന്റെ ഉള്ളുള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള യാതൊരു കഴിവില്ല, പക്വതയില്ല. നിങ്ങൾ എന്തീ പറഞ്ഞു? ഇത്രയും സ്വഭാവ ശുദ്ധിയില്ലാത്തൊരു മന്ത്രി ആരുണ്ട്? സ്വന്തം ഭാര്യയുടെ അടികൊണ്ടിട്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ TV യിൽ അടികൊണ്ട പാടും
പുള്ളി കാണിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാം കാണിച്ച്, നമ്മളെല്ലാം കാണിച്ചല്ലേ. അങ്ങനെ ആ സ്വഭാവ ശുദ്ധിയെപ്പറ്റി പറയാനാണെങ്കിൽ അത് നമ്മൾ ചിക്കുവാ കരുത്തിയാലും അതിലേക്ക് നിൽക്കത്തില്ല.